Good afternoon, all. Good afternoon. Good afternoon. Teacher leave ആണ് അതുകൊണ്ടാണ് മിസ്സിന്റെ ക്ലാസ്സിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് അല്ലേ? പേര് പറഞ്ഞോ കേട്ടോ. പേര് ആരാണ്? പേരാരാണ്? അപർണ. അത് പ്രിപ്പയർ ചെയ്തവര് അതിലൊരാളൊന്ന് പറയാം കേട്ടോ. മിസ്സേ രാജലക്ഷ്മി എന്ന് പറഞ്ഞ ചേച്ചിയാന്ന് തോന്നുന്നു. രാജലക്ഷ്മി ആള് ഓക്കെ. വേറെ ആരും പ്രിപ്പയർഡ് ആണെങ്കിൽ പറഞ്ഞോ കേട്ടോ. ടൈം നമുക്ക് 35 ആയില്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. Good afternoon, ma'am. Good afternoon. Prayer പറയാം. Okay. Father God, come be with us today. Fill our heart with joy. Fill our minds with learning. Fill our classroom with peace. Fill our lessons with fun. Fill our friendship with kindness. Fill our school with love. Thank you. Timing method of the day പറഞ്ഞോ കേട്ടോ. പ്രിപ്പയർഡ് ആണെങ്കിലും. Good afternoon, everyone. We all welcome the teachers who have come to teach today's class. May God bless all of us who are going to learn new things today and understand them. And we welcome Abarna back to class. Welcome with you. Okay. Thought of the day പറഞ്ഞോ. Thought of the day. Self-discipline is the foundation of a successful and fulfilling life. Teacher mute വന്നേക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത് അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം ഡയമെൻഷൻസിനെ ആൽഫബറ്റ്സ് നമ്പേഴ്സ് ചെയ്യാൻ പറഞ്ഞില്ല. ഒന്നിക്ക് ഞാൻ ചെയ്തു വെച്ചു, പക്ഷെ എനിക്ക് കഴിഞ്ഞ 3 ക്ലാസ് ആയിട്ട് കേറാൻ പറ്റില്ല. അപ്പൊ അടുത്ത തിങ്കളാഴ്ച ഞാൻ പ്രസന്റ് ചെയ്തോട്ടേത്. ചെയ്തിട്ടുണ്ടോ? ആ ചെയ്തു വെച്ചു. മിസ് പറഞ്ഞതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചെയ്തു വെച്ചായിരുന്നു. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ കയറിയിട്ട് പക്ഷെ എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് കയറാനും പറ്റിയില്ല. അല്ല, ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ ചെയ്തു വെച്ചേക്കുന്ന വർക്ക് ഹസ്ബൻഡിന്റെ അടുത്താ. അതാ ചോദിച്ചത് തിങ്കളാഴ്ചത്തേക്ക് പ്രസന്റ് ചെയ്തിട്ടേന്ന്. ആണെങ്കിലും കുഴപ്പമില്ല. മിസ്സിന്റെ ക്ലാസ്സിലായാലും പ്രശ്നം ചെയ്താൽ മതി കേട്ടോ. മിസ് ഇപ്പൊ ചെയ്യാൻ പറ്റാത്തവർക്ക് ഫോട്ടോ ഇടാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? എല്ലാവർക്കും അത് ബൈവേയുടെ ടൈം ആവുമല്ലോ, ആ സമയത്ത് ഫോട്ടോസ് ഒക്കെ ചെയ്ത് കാണിക്കണമെങ്കിൽ അതിനെ മാർക്ക് എൻട്രി ചെയ്യണം. എല്ലാ ആക്ടിവിറ്റീസിനെയും മാർക്ക് എൻട്രി ചെയ്യണം. അപ്പൊ ലൈവ് ക്ലാസ് കാണാത്ത കുട്ടികളുണ്ടാവുമല്ലോ, റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികൾ, അവര് മേബി നമ്മളെ ബൈവേയുടെ ടൈമിൽ നിങ്ങളുടെ മെറ്റീരിയൽസ് എല്ലാം നമ്മള് അത് കാണിച്ചു തരണം. അതേപോലെ ഈ കാണിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ വാട്സപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
പക്ഷെ ആ ടൈം ആകുമ്പോഴേ ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആവുള്ളൂ. എന്നുവെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ കഴിഞ്ഞ ആ ടൈമില് നമ്പർ നിങ്ങൾക്ക് തരും, അപ്പൊ മാത്രം അയച്ചാൽ മതി കേട്ടോ. ലാസ്റ്റ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റി ഞാൻ ഓരോന്നും ഓരോ ടൈമിൽ തരുന്നത് എന്താണെന്നറിയാമോ, ആ ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിട്ടാ. എല്ലാ ആക്ടിവിറ്റിയും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈസി. ഓരോ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യണതാണ് ഈസി. ഇനി ഓരോ ആഴ്ച തരുക ചെയ്യാൻ എളുപ്പം അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് തന്നിരിക്കണേ കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. ഓക്കെ കേട്ടാ. Then അപ്പൊ ആക്ടിവിറ്റിയുടെ കാര്യം നോക്കുകയാണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? The physical development of an individual is found to be influenced by both hereditary and environmental factors. ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഹെറിഡിറ്ററി, പാരമ്പര്യമായിട്ട് ഉള്ള ഫാക്ടേഴ്സും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും. എന്ന് വെച്ചാൽ അവന്റെ ചുറ്റുപാട്. ഓക്കെ, സംടൈംസ് some of the important factors that affect physical growth and development are follows. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്നത്. ആരെങ്കിലും ഒരാളൊന്ന് റീഡ് ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾ കംഫർട്ടബിൾ ആണെങ്കിൽ. ഫാക്ടേഴ്സ് ഓക്കെ, കുഴപ്പമില്ല. ഇല്ല, വായിച്ചോളൂ, കുഴപ്പമില്ല, ഇതിനെ വായിക്കാം. Factors influencing physical development. The physical development of an individual is found to be influenced by both hereditary and environmental factors. Some of the important factors that affect physical growth and development are the traits and characteristics inherited at the time of conception, either physical as well as mental health of the mother during time of pregnancy, nutrition received by the embryo within the womb of the mother, conditions and care at the time of delivery, nutrition received by the child after birth, presence or absence of physical defects, illness and disease. The living conditions are physical, social and culture. The opportunities of recreation, self-expression, play, exercise, rest and sleep. ഓക്കെ, നോക്കാം നമ്മൾ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസെപ്ഷൻ സമയത്ത് കൺസെപ്ഷനും അതേപോലെ കുട്ടിയുടെ ലൈഫിലെ ഗ്രോത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ആ ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് ഹെറിഡിറ്ററി ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കൈമാറി കിട്ടുന്നുണ്ട്. അപ്പൊ ആ ക്യാരക്ടറിസ്റ്റിക്സ് കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ പാരന്റ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ടോ, നിനക്ക് അച്ഛന്റെ ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ അച്ഛന്റെ ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോ പറയും അച്ഛനെ പോലെയാണ്. അതൊക്കെ എന്താണ്, നമുക്ക് പാരമ്പര്യ ഹൈറ്റിന്റെ കാര്യത്തില് ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പറയാറുണ്ട്. സോ അത് ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കൈമാറിയിരിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമ്മള് പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയുടെ ഹെൽത്ത്, അമ്മയുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റില് അമ്മയുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെറ്റേണൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അമ്മ ഓക്കെ ആണ്, മെന്റൽ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ സമയത്ത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കുട്ടിക്ക് ജന്മം കൊടുക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റുള്ളൂ. അതേപോലെ ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ എംബ്രിയോ. നമുക്കറിയാലോ, എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് അമ്മയുടെ വൂം വഴി കിട്ടിക്കുന്ന ന്യൂട്രീഷൻസ്, പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻ കിട്ടിയില്ലെങ്കിൽ മേ ബി എന്തെങ്കിലും ഡിഫക്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറയുന്നതെന്ന് വെച്ചാല്, ഈ അട്ടപ്പാടി ഭാഗത്തൊക്കെ ജനിക്കുന്ന കുട്ടികൾക്ക് ഡിഫക്ട്സുകൾ വന്നതായിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ കേട്ടിട്ടുണ്ട്. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണം ഒരുപാട് ഡിഫക്ട്സുകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളത് ന്യൂസ് വായിച്ചിട്ടുണ്ടോ? എന്റെ ഒരു ചെറുപ്പത്തിലാണ് ഞാൻ പറയുന്നത് ഈ ന്യൂസ്.
ഇപ്പോൾ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്തെങ്കിലും ചെറുപ്പത്തില് ആ ഒരു ഏരിയയിലെ ആൾക്കാർക്ക് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് കിട്ടുന്നില്ല. ജനിച്ച ഭയങ്കരമായിട്ട് കുട്ടികളെ ജനിച്ച ഉടനെ തന്നെ മരണം സംഭവിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് കിട്ടാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് അമ്മയ്ക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഹെൽത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ അംഗനവാടി മുഖേന അമ്മമാർക്ക് വേണ്ട ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീൻ കൊടുക്കുന്നുണ്ട്. ഇനി കണ്ടീഷൻ ആൻഡ് കെയർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. ഡെലിവറിയുടെ സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ മേ ബി ഫിസിക്കൽ ഡെഫിസിറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ ചൈൽഡ് ആഫ്റ്റർ ബർത്ത്. കുട്ടി ജനിച്ചതിന് ശേഷം ആ കുട്ടിക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നാലും ഫിസിക്കൽ ഡെവലപ്മെന്റ് അത് ബാധിക്കും. പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഇൽനെസ് അസ് ഡിസീസ്. നമുക്കൊരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ഫിസിക്കലി ഓക്കെ അല്ല, ഇൽനെസ് എന്തെങ്കിലും ഉണ്ട്, ഡിസീസ് ഉണ്ടെങ്കിൽ അത് അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ കുട്ടി ജീവിക്കുന്ന ഫിസിക്കൽ സോഷ്യൽ കൾച്ചറൽ കണ്ടീഷൻ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ആ കുട്ടിക്ക് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ചെയ്യാനും സെൽഫ് എക്സ്പ്രഷന് വേണ്ടിയിട്ടും പ്ലേക്കും എക്സസൈസിനും റെസ്റ്റിനും സ്ലീപ്പിനൊക്കെ എന്ത് കിട്ടുന്നില്ല, ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് സ്ലോ ആയിരിക്കും. ഓക്കെ, നോക്കാം കേട്ടോ. ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ മോട്ടോർ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ് അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് മോട്ടോർ ഡെവലപ്മെന്റ് എന്താണെന്ന് അറിയണം, വേണ്ടേ? അപ്പൊ മോട്ടോർ ഡെവലപ്മെന്റ് എന്താണ് ഒന്ന് എഴുതിയെടുക്കാൻ പറ്റും എല്ലാവർക്കും? ആ സൈഡിലായിട്ട് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാനായിട്ട് ഞാൻ പറയാം, അതൊന്ന് നോട്ട് ചെയ്താൽ മതി. മോട്ടോർ ഡെവലപ്മെന്റ്, മോട്ടോർ ഡെവലപ്മെന്റ്, മോട്ടോർ ഡെവലപ്മെന്റ് motor development refers to the development of motor development refers to the development of strength, Teacher, development of strength, speed and accuracy, strength, speed and accuracy, strength, speed and accuracy. Okay, and accuracy അല്ലേ പറഞ്ഞത്. in use of muscular parts of the body, in the use of muscular parts of the body, in the use of muscular parts of the body.
Okay, the use of muscular parts of the body and coordination and control of muscular movements Speed ആയെന്ന് അറിയാം, ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. Okay, motor development refers to the development of strength, speed, accuracy in the use of muscular parts of the body and coordination and control of muscular movements. നമ്മളുടെ സ്പീഡും സ്ട്രെങ്ത്തും ആക്യുറസി ഒക്കെ നമ്മുടെ ബോഡിയുടെ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും നമ്മുടെ ബോഡി ഇങ്ങനെ കൺട്രോൾ ചെയ്യണം, കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് മസ്കുലർ മൂവ്മെന്റ്സിന് നമ്മുടെ ബോഡി കോർഡിനേഷനും കൺട്രോളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇമേജ്? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ? സോറി, ഇമേജ് അല്ല, ടെസ്റ്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. മോട്ടോർ എബിലിറ്റീസ് ഇൻവോൾവ് ബോഡ്ലി മൂവ്മെന്റ്സ് ഓഫ് വേരിയസ് ഓർഗാൻസ്. ഓക്കെ, നമ്മുടെ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ്സ് വരുന്നുണ്ട്, നമ്മുടെ വേരിയസ് ഓർഗൻസിന്റെ മൂവ്മെന്റ്സ് അതിൽ വരുന്നുണ്ട്. ആൻഡ് കോർഡിനേറ്റഡ് ഫങ്ഷനിങ് ഓഫ് നെർവ്സ് ആൻഡ് മസിൽസ്, നെർവ്സിന്റെയും മസിൽസിന്റെയും ഫങ്ഷൻസ് എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതും ഇവിടെ വരുന്നുണ്ട്, മോട്ടോർ ഡെവലപ്മെന്റിൽ വരുന്നുണ്ട്. Then motor development is closely related with the physical, mental, emotional and the social development of the child. Motor development ഒരു കുട്ടിയുടെ ഫിസിക്കൽ ആവട്ടെ, മെന്റൽ ആവട്ടെ, ഇമോഷണൽ ആവട്ടെ, സോഷ്യൽ ഡെവലപ്മെന്റ് ആയിട്ട് ക്ലോസ്ലി എങ്ങനെയാണ് റിലേറ്റഡ് ആണ്, കണക്റ്റഡ് ആണ്. ഓക്കെ, ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അപ്പം മോട്ടോർ ഡെവലപ്മെന്റ് എന്താണ്, ഈ ഫിസിക്കൽ ഡെവലപ്മെന്റും മെന്റൽ ഡെവലപ്മെന്റും ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട് ക്ലോസ്ലി കണക്ഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതേ, എല്ലാ ഡെവലപ്മെന്റും ഈക്വലി എന്താണ് കണക്റ്റഡ് ആണ്, ജസ്റ്റ് പറഞ്ഞതേ. ഇനി എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് മോട്ടോർ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഏജ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഏജിനനുസരിച്ചാണ് മോട്ടോർ ഡെവലപ്മെന്റ്, നമുക്ക് ഏജിനനുസരിച്ചായിരിക്കും മോട്ടോർ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നത്, അക്യൂർ ചെയ്യുന്നത്. ചിലപ്പോ ചൈൽഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ വലുതായി കഴിയുമ്പോൾ നമുക്ക് അത്ര എഫേർട്ട് എടുത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കുഞ്ഞിന്റെ അടുത്തേക്ക് ഒരു ബോൾ പോവാണെങ്കിൽ ആ കുഞ്ഞിന്റെ ബാച്ചിലുള്ള മലയാളത്തിൽ എടുത്തായിരിക്കും 1 വയസ്സൊക്കെ ഉള്ള കുട്ടി അത് ക്യാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ എനർജി അതിലേക്ക് എഫേർട്ടും എടുത്തിട്ടായിരിക്കും അത് ക്യാച്ച് ചെയ്യുന്നത്. പക്ഷെ 2 വയസ്സേക്ക് കഴിയുമ്പോൾ സിമ്പിൾ ആയിട്ട് അവർ ആ ഒരു ബോൾ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഏജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഏജ് മോട്ടോർ ഡെവലപ്മെന്റ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എക്സസൈസ്, ഒരു വ്യക്തി റിപ്പീറ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ മേ ബി മോട്ടോർ ഡെവലപ്മെന്റ് ആ വ്യക്തിക്ക് കൂടുതൽ ആയിരിക്കും അല്ലെ. ജെൻഡർ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ആണ്. സ്ത്രീകൾക്കായിരിക്കും മോട്ടോർ ഡെവലപ്മെന്റ് കൂടുതൽ, പുരുഷന്മാർക്കായിരിക്കും, മെൻസിനായിരിക്കും? അറിഞ്ഞൂടാ. അല്ല, നമ്മൾ പുരുഷന്മാർക്ക് മെൻസിനല്ലേ കൂടുതൽ മോട്ടോർ ഡെവലപ്മെന്റ്? നമ്മളോട് ഇതിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എഫേർട്ട് ഉള്ള ജോലിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മടി പിടിക്കും അല്ലെ, അല്ലെങ്കിൽ നമുക്കത് പറ്റില്ല, നമുക്ക് അതിനുള്ള നമ്മുടെ ബോഡി അങ്ങനെയല്ല. അതുകൊണ്ട് ജെൻഡർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്റ്റാറ്റസ് മോട്ടോർ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഗുഡ് ഹെൽത്ത്, ഒരു വ്യക്തി പ്രോപ്പർ ആയിട്ട് ഗുഡ് ഹെൽത്ത് ആണെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആയിരിക്കും. ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റ് അത് എഫക്ട് ചെയ്യും. ആക്സിഡന്റ് ആൻഡ് ഇഞ്ചുറീസ്, ആ കുട്ടിക്ക് ആക്സിഡൻസ് ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റ് പ്രോപ്പർ ആവണമെന്നില്ല. പിന്നെ ജനറ്റിക്കൽ ഫാക്ടേഴ്സ്, അതും എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടോർ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എത്ര ടൈപ്സ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് കേട്ടിട്ടുണ്ട്? ടൈപ്സ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? ഓക്കെ, എഴുതി വെച്ചു. മോട്ടോർ ഡെവലപ്മെന്റ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോട്ടോർ ഡെവലപ്മെന്റ് 2 ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് മോട്ടോർ സ്കിൽസ്. 2 സ്കിൽസ് ഉണ്ട്. ഇതാണ് ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും. ഫൈൻ മോട്ടോർ സ്കിൽസ്
രണ്ട് സ്കിൽസ് ഉണ്ട്, ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും. ഓക്കെ, ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ലാർജ് മസിൽസിന്റെ കോർഡിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ലാർജ് മസിൽസ് എന്തെല്ലാം ആക്ടിവിറ്റീസിലാണ് നമുക്ക് ലാർജ് മസിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്? വോക്കിംഗ്, റണ്ണിങ്, ജമ്പിങ്, ഇതൊക്കെ നമുക്ക് എന്ത് വേണം, ലാർജ് മസിൽസ് നല്ല രീതിയിൽ വർക്ക് ആവണം. സോ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്. These skills are fundamental for locomotion and coordination in child environment. Locomotor development, കുട്ടിയുടെ ചലന ശേഷി അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോയാലാണ് നല്ല രീതിയിൽ റൺ ചെയ്യുകയും വോക്ക് ചെയ്യുകയും പിന്നെന്താണ് ജമ്പൊക്കെ ചെയ്യും. എക്സാമ്പിൾ ആണ് കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് ക്രൗൾ ചെയ്യുന്നതും വോക്ക് ചെയ്യുന്നതും റൺ ചെയ്ത് തുടങ്ങുന്നു, വോക്ക് ചെയ്ത് തുടങ്ങുന്നു. ഇതൊക്കെ എന്താണ്, ത്രോയിങ് ആൻഡ് ക്യാച്ചിങ് ബോൾ, നമ്മളൊരു ബോൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് അത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, ഗ്രോസ് മോട്ടോർ സ്കിൽസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇൻവോൾവ് ദ സ്മോൾ മസിൽസ്. നമ്മുടെ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റിനെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ബെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സിന്റെ ടിപ്പിൽ നമ്മള് പെന്നൊക്കെ ഹോൾഡ് ചെയ്ത് തുടങ്ങുന്നത്, കുട്ടികളെ എപ്പോഴാണ് നമ്മളെ പോലെ പെൻസിൽ ഹോൾഡ് ചെയ്യണത്, കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യണത്? ഏത് ഏജ് മുതലാണ്? 3 വയസ്സ് മുതൽ. എല്ലാ കുട്ടികളും ഈക്വലി അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് തന്നെ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യണമെന്നുണ്ടോ പെന്നൊക്കെ? നമ്മള് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തൊരു മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കുട്ടികളിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ്. നിങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ? ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ ഈ മെറ്റീരിയൽ? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കുട്ടികൾ നമ്മൾ പണ്ട് മണ്ണിൽ എഴുതി തുടങ്ങും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഫിംഗർ ടിപ്പ് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടാണ് മണ്ണിൽ എഴുതുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ മണ്ണിൽ എഴുതിക്കില്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. സോ നമുക്ക് ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒരു പെൻസിൽ പോലത്തെ ഒരു ഇതുണ്ട്. ഇത് യൂസ് ചെയ്ത് കുട്ടികൾ ഇത് ഹോൾഡ് ചെയ്യും അല്ലെ? ഇതിന് കറക്റ്റ് ആയിട്ട് അത് ഹോൾഡ് ചെയ്യാണ്. ഹോൾഡ് ചെയ്യുമ്പോൾ അവർക്കത് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് അവരിങ്ങനെ ഡ്രോ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഡ്രോ ചെയ്യുമ്പോൾ അവർക്ക് ആ മെറ്റീരിയൽസിനോട് ഭയങ്കര ഇൻട്രസ്റ്റഡും ആവും. കുട്ടികളുടെ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിരിക്കും. ഓക്കെ അല്ലെ? ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ഓക്കെ ആയിരിക്കും. ഇതേപോലെ ഒരുപാട് പ്രീ റൈറ്റിംഗ് ബോർഡ്സുകൾ നമ്മുടെ ഉണ്ട്, മോണ്ടിസോറി മെറ്റീരിയൽസിലുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ കാണുന്നത് ഫസ്റ്റ് 2 സെറ്റാണ് കണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് വേഗം കാണിക്കാം. ഡിഫറെന്റ് ഷെയ്ഡ്സില്
ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ കുട്ടികൾ എങ്ങനെയാ അത് നമ്മൾ എഴുതിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്കത് നമ്മൾ കൈ പിടിച്ച് നമ്മുടെ അക്ഷരങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ. പിന്നെ ഓരോ ഷേപ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് കൂടുതൽ എളുപ്പമായിരിക്കും കുട്ടികൾക്ക്. അതങ്ങനെ ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്ത് നമ്മൾ അവർ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി അതെന്താണ് എളുപ്പമായിരിക്കും കേട്ടോ. കാണുന്ന വേറെ ഫ്രീ റൈറ്റിംഗ് ബോർഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഇത് ഒരു ഇങ്ങനത്തെ ബോർഡാണ് കേട്ടോ കാണുന്നത്. ഓക്കെ, കാണുന്നില്ലേ? സോറി, ഞാൻ ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ്. ഓക്കെ, ഡിഫറെന്റ് ഷേപ്സിൽ അവൈലബിൾ ആണ്. അതെ, കുട്ടികൾക്ക് വീടൊക്കെ വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. സോ അവരെ കൊണ്ട് നമ്മൾ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ഫിംഗർ എക്സസൈസ് പോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഏത് ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ്. കുഞ്ഞു കുട്ടികൾ ഒരു 3 years മുതൽ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. അവര് എഴുതാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അവരെ എന്ത് ചെയ്യാണ്, ട്രെയിൻ ചെയ്യിക്കുകയാണ്. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ പെൻസിലൊക്കെ ഹോൾഡ് ചെയ്ത് നല്ല കോർഡിനേഷനോട് കൂടിയും കൺട്രോളോട് കൂടിയും ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മോട്ടോർ സ്കിൽസ് ആണ്. അതിൽ ഫൈൻ മോട്ടോർ സ്കിൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. മോട്ടോർ ഡെവലപ്മെന്റ് നമ്മൾ രണ്ട് സ്കിൽസ് വേണമെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആയിരുന്നു. നമുക്ക് റണ്ണിങ് വോക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ലാർജ് മസിൽസിന്റെ കോർഡിനേഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഗ്രോസ് മോട്ടോർ സ്കിൽസ്. സ്മോൾ മസിൽസിന്റെ നമ്മുടെ ഫിംഗർ റൈറ്റ് കാര്യങ്ങളൊക്കെ ലിപ്സ്, ഓക്കെ, ഇതിന്റെ എല്ലാം കോർഡിനേഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞത്. ഫൈൻ മോട്ടോർ സ്കിൽസ് അനുസരിച്ച് നമ്മൾ ഹോൾഡിങ് ക്രയോൺ, ഡ്രോയിങ് അതൊക്കെ നല്ലതാണ്, എക്സാമ്പിൾസ് ആണ്. യൂസിങ് സിസേഴ്സ് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കിന്റെ സിസേഴ്സ് നമ്മൾ കുട്ടികളെ കൊടുത്തു നോക്കാം. ഓക്കെ, പിക്കിംഗ് സ്മോൾ ഒബ്ജക്റ്റ് നമ്മള് പണ്ട് ചെറുപ്പത്തിൽ നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും. മഞ്ചാടിക്കുരു, കുന്നിക്കുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മത്സരം ഉണ്ടാവുമല്ലോ. ഓരോന്നും നമ്മൾ പിക്ക് ചെയ്യണം അല്ലേ? കളിച്ചിട്ടൊന്നുമില്ല? ഓക്കെ, കുരു മത്സരം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ കുട്ടികൾ എന്ത് ചെയ്യാനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ്. നമ്മളുടെ ബീഡ്സ് ഒക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ടൈപ്പിംഗ് ഓൺ കീബോർഡ്, ചുമ്മാ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ടൈപ്സ് ഓഫ് മോട്ടോർ സ്കിൽസ് ആണ് പറഞ്ഞത്. 2 ടൈപ്സ് മോട്ടോർ സ്കിൽസ് ഉണ്ട്, ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും. ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ലാർജ് മസിൽസിന്റെ കോർഡിനേഷൻ ആണ്. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ സ്മോൾ മസിൽസിന്റെ കോർഡിനേഷൻ ആണ്. ഇത് രണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ കേട്ടോ. ഓക്കെ, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ടെസ്റ്റിൽ നേരെ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് എന്നാ കൊടുത്തിരിക്കുന്നത്. എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്നോ അല്ലെങ്കിൽ എത്ര സ്കിൽസ് ഉണ്ടെന്നോ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണോ എന്നൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ആയിട്ടാണ് നിങ്ങൾക്ക് നോട്ട് തന്നത്. നമുക്ക് മനസ്സിലാവണ്ടേ മോട്ടോർ ഡെവലപ്മെന്റ് എന്താണെന്ന് മനസ്സിലാവാണ്ട് നമുക്കത് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മോട്ടോർ ഡെവലപ്മെന്റ് ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന്? ഓക്കെ, നോക്കാട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് ആണ്. ഒരു ട്രെൻഡ് ആണ്. കുട്ടികളിലെ മോട്ടോർ പ്രവർത്തനങ്ങൾ തിരിച്ചറിയിക്കുന്നത് മാസ് റിയാക്ഷനിലൂടെയാണ്. പിന്നീടാണ് സ്പെസിഫിക്കിലേക്ക് വരുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു കുട്ടിയുടെ അടുത്തേക്ക് ഒരു ബോള് പോവാണെന്ന് വിചാരിക്കും. ഒരു ബോള് പോവാണ്, അത് ഭയങ്കര മാസ് ആയിട്ടുള്ള റിയാക്ഷനോട് കൂടിയായിരിക്കും ആ കുട്ടി എന്ത് ചെയ്യുന്നത്? ആ ബോള് പോയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. പിന്നീട് അവൻ വലുതാകുമ്പോ, കുറച്ചും കൂടി വലുതാവുമ്പോ അവനത് സ്പെസിഫിക് സിമ്പിൾ ആയിട്ട് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഒരു ബോൾ അടുത്തേക്ക് പോകുമ്പോൾ കുട്ടി ഓടിപ്പോയിട്ട്
രണ്ട് കൈ കൊണ്ടാണ് ഫുൾ എനർജി എടുത്തിട്ടായിരിക്കും ആ ബോൾ എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. സിമ്പിള്. ഒരു വയസ്സുള്ള കുട്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അവൻ 2 വയസ്സാവുമ്പോഴേക്കും അവൻ സിമ്പിൾ ആയിട്ട് ബോൾ ഒറ്റ കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കും. ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പോ മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡ് ആണ് അതിന് കാരണം. അറ്റ് ഏർലി സ്റ്റേജ് ദ ചൈൽഡ്സ് മോട്ടോർ ആക്ടിവിറ്റീസ് ഈസ് ഐഡന്റിഫൈഡ് ബൈ മാസ് റിയാക്ഷൻ. അപ്പൊ ഏർലി സ്റ്റേജസിൽ കുട്ടികളെ മോട്ടോർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മോട്ടോർ ആക്ടിവിറ്റീസ് മാസ് റിയാക്ഷനിലൂടെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. വിച്ച് ലിറ്റിൽ ബൈ ലിറ്റിൽ ബിക്കം അഡാപ്റ്റീവ് ആൻഡ് മോർ സ്പെസിഫിക്. ചെറുതാവുന്നതിനനുസരിച്ച് കുറച്ചുകൂടി അഡാപ്റ്റീവും കുറച്ചുകൂടി മോർ സ്പെസിഫിക്കും ആയിട്ട് മാറും. ഇറ്റ് ഗ്രോ അപ്പ്. അത് കുട്ടി വലുതാവുന്നതിനനുസരിച്ച് അത് കുറച്ചും കൂടി സ്പെസിഫിക്കും കുറച്ചും കൂടി അഡാപ്റ്റീവും ആകും. ഓക്കെ അല്ലെ? Then large to small trend. And the gross and fine motor states at the relation. In motor activities, control and coordination of large fundamental muscles comes off before the smaller muscle. ആദ്യം സംഭവിക്കുന്നത് ഗ്രോസ് മോട്ടോർ സ്റ്റേറ്റ്സിന്റെ ഡെവലപ്മെന്റ് ആണ്. ഒരു കുട്ടി എന്ത് ചെയ്യാൻ പോകുന്നു, കമന്ന് വീഴുന്നു, മുട്ടിലടിയുന്നു, അതേപോലെ പിടിച്ചു നിൽക്കുന്നു, നടന്നു തുടങ്ങുന്നു, ഓടുന്നു, സ്റ്റെയർ കയറുന്നു. അപ്പൊ അവരുടെ ലാർജ് മസിൽസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് അവരുടെ സ്മോൾ മസിൽസ് ആയിട്ടുള്ള ഫിംഗറിൽ ഒരു ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് തുടങ്ങുന്നത്. എപ്പോഴാണ്? ഒരു കുട്ടിക്ക് 3-3.5 വയസ്സൊക്കെ ആകുമ്പോഴാണ് അത് പിടിക്കാനായിട്ട് തുടങ്ങി, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്. സോ സ്മോളർ മസിൽസിന്റെ ഡെവലപ്മെന്റ് പതുക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ലാർജ് ടു സ്മോൾ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് സംഭവിക്കുന്നത്, പിന്നീടാണ് സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ക്ലിയർ ആണോ? എഴുതി വെക്കാട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെക്കാം. കാരണം ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഴുതി വെക്കാം. മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് അത് പറയൂ. മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡ് എന്ന് വെച്ചാല് കുട്ടികൾ ചെറിയ കാലങ്ങളിൽ അവർ ഇൻഫൻസി ടൈമിൽ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ അവർക്ക് മാസ് റിയാക്ഷൻസ് ആയിരിക്കും. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവരുടെ ഫുൾ എനർജി അവരതിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നീട് അവർക്ക് അത്രയും എനർജി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അവരുടെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിരിക്കും. അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? സ്പെസിഫിക് ആയിരിക്കും. ജസ്റ്റ് ഒരു ഫുട്ബോൾ അവരുടെ അടുത്തേക്ക് പോവാണെങ്കിൽ അപ്പൊ ആദ്യം അവർ 2 കൈ കൊണ്ട് പോയി ഫുട്ബോൾ ക്യാച്ച് ചെയ്ത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഒറ്റ കാലോട് പിടിച്ചു നിർത്തും. ഇല്ലേ? ആൺകുട്ടികളുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ അത് മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡും ലാർജ് ടു സ്മോൾ ട്രെൻഡും. ഈ 2 കാര്യങ്ങളും ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് ട്രെൻഡ് ആണ്, തേർഡ് പ്രിൻസിപ്പിൾ ട്രെൻഡ് ആണ് എന്ത്? നമ്മളുടെ സെഫലോകോഡൽ ട്രെൻഡ്. എന്താണ് സെഫലോകോഡൽ ട്രെൻഡ്? സെഫലോകോഡൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് ടു ഫുട്ട് ട്രെൻഡ്. 2 പേരുണ്ട്. സെഫലോകോഡൽ ട്രെൻഡിന്റെ മറ്റ് നെയിമുകളാണ് ഹെഡ് ടു ഫുട്ട് ട്രെൻഡ് and head to tail. 2 പേരുകൾ പറയുന്നുണ്ട്, ഹെഡ് ടു ഫുട്ട് ട്രെൻഡ് ആൻഡ് ഹെഡ് ടു ടെയിൽ ട്രെൻഡ്. ട്രെൻഡ് ആണ്, സ്പെല്ലിംഗ് തെറ്റിയോ ഇല്ല? ഓക്കെ. ഓക്കെ. അപ്പോ നമ്മൾ കുട്ടികളില് ഡെവലപ്മെന്റ് ആദ്യം എവിടെയാ സംഭവിക്കുന്നത്? ഏത് റീജിയനിലാണ്? കുട്ടി ആദ്യം നടക്കാനാണ് തുടങ്ങുന്നത്, തല ഉയർത്താനാണ് തുടങ്ങുന്നത്? കുട്ടികളിൽ ആദ്യം ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഏത് റീജിയനിലാണ്? ഹെഡ് റീജിയനിലാണ്. പിന്നീടാണ് അവന് താഴത്തേക്ക് ടെയിലിലേക്ക് അല്ലെങ്കിൽ ഫൂട്ടിലേക്ക്, പാദങ്ങളിലേക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഒരു കുട്ടീനെ സംബന്ധിച്ച് അവൻ തല ഉയർത്തുന്നു, കമന്ന് വീഴുന്നു, മുട്ടിലഴയുന്നു, ഇരിപ്പുറയ്ക്കുന്നു, പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ മാത്രമാണ് ഫൂട്ടിന്റെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. 1 വയസ്സാവണം അല്ലെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ? അല്ലെ? പിടിച്ചു തുടങ്ങണമെങ്കിലും 1 വയസ്സാവണം. അപ്പൊ ഏറ്റവും അവസാനമാണ് എവിടേക്ക് വരുന്നത്? ടെയിലിലേക്ക് അല്ലെങ്കിൽ ഫൂട്ടിലേക്ക് ഈ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് സെഫലോകോഡൽ ട്രെൻഡ് എന്നതിന് പേര് വരാൻ കാരണം. മറ്റൊരു പേരാണ് ഹെഡ് ടു ഫുട്ട് ട്രെൻഡ് ആൻഡ് ഹെഡ് ടു ടെയിൽ ട്രെൻഡ്. ടെയിൽ ഉദ്ദേശിക്കുന്ന പാലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഹെഡ് ടു ഫുട്ട് ട്രെൻഡ് അല്ലെങ്കിൽ ടെയിൽ ട്രെൻഡ് എന്ന് പറയുന്നത്. നോക്കാം. The motor control and coordination
ഡെവലപ്പ് ഫസ്റ്റ് ഇൻ ഹെഡ് റീജിയൻ. മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഏത് റീജിയനിലാണ് ആദ്യം സംഭവിക്കുന്നത്? ഹെഡ് റീജിയൻ ആണ്. ഓക്കെ, ഹെഡ് റീജിയൻ ആണ്. ആൻഡ് ദെൻ പ്രൊസീഡ് ഡൗൺ ടു ഫുട്ട്. എന്നിട്ടാണ് ഫുട്ട് റീജിയനിലേക്ക് വരുന്നത്. ഇൻ എ ഡയറക്ഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ്, നേരെയാണ് അല്ലെ, ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് പോലെയാണ് ഹെഡ് ടു ഫുട്ട് ട്രെൻഡ് സംഭവിക്കുന്നത്. നേരെ ഇങ്ങനെ വരും, ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് പോലെ അത് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. മുകളിൽ നിന്ന് താഴത്തേക്ക് ആണ് ഇത് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സെഫല്ലോ കോഡൽ ട്രെൻഡ് എന്ന് പറയുന്നത്. അത് ഹെഡ് എന്നുള്ളൊരു മീനിങ് ആ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ട്രെൻഡ് ആണ് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. എന്താണ് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്? ഓക്കെ, നമ്മള് ഏത് ഓർഗനാണ് ആദ്യം ഡെവലപ്പ് ആകുന്നത് ബോഡിയില്? ബ്രെയിൻ ആണ്. ഹാർട്ട് അല്ലേ? ആരാണ് ബ്രെയിൻ ആണെന്ന് പറഞ്ഞത്? ഹാർട്ട് അല്ലേ മിസ്? അഞ്ചു അല്ലേ ബ്രെയിൻ ആന്ന് പറഞ്ഞത്? അതെ അതെ. മര്യാദക്ക് പോയിട്ട് ചാപ്റ്റർ 1 നിങ്ങൾ പഠിച്ചോളണം കേട്ടോ. നമ്മൾ പഠിച്ചിട്ടാ വന്നത്. ഹാർട്ടാണ് ഏറ്റവും ഫസ്റ്റ്. കുട്ടി ഹാർട്ട് ബീറ്റ് ഉണ്ടോന്നല്ലേ നമ്മൾ ചോദിക്കുക സ്കാൻ കഴിയുമ്പോൾ. ടീച്ചറുടെ ക്ലാസ്സിൽ കയറുന്ന കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയെന്നേ, ഇപ്പം ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു അതാ. ഓക്കെ, അതൊന്ന് നോക്കണം കേട്ടോ, ചാപ്റ്റർ നന്നായിട്ട് നോക്കണേ. അപ്പൊ അത് ഹാർട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടിയുടെ ഫസ്റ്റ് ഓർഗൻ അല്ലെ. ഹാർട്ട് ബീറ്റ് ഉണ്ടോന്ന് ചോദിക്കുക. അപ്പൊ നമുക്ക് ആദ്യം നടക്കുന്ന ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് സെൻട്രൽ പാർട്ടിലാണ്, ബോഡിയുടെ അകത്താണ് അല്ലെ. സെൻട്രലിലാണ് നമുക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഹാർട്ട് വരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ബോഡി ഓർഗൻസ് വരുന്നു, സെക്സ് ഓർഗൻസ്, അതേപോലെ തന്നെ സെൽസ്, പിന്നെ ഹെഡ്. ഏറ്റവും അവസാനമാണ് നമുക്ക് ഫൂട്ട് വരുന്നത് അല്ലെ. കുട്ടിയുടെ ആ ഒരു ഡെവലപ്മെന്റ് നമ്മള് വീഡിയോ ഒക്കെ കണ്ടപ്പോ നമുക്കറിയാം, അവസാനമാണ് കുട്ടിക്ക് കാലിന്റെ ആ ഷേപ്പിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ ആദ്യം ഡെവലപ്മെന്റ് സംഭവിക്കുന്ന സെൻട്രൽ പാർട്ട് ഓഫ് ദ ബോഡിക്കാണ്. പിന്നീടാണ് ഔട്ടർ പാർട്ടിന് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് ഇതിനെ പറയുന്നത്. മോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ബിഗിൻസ് ഫ്രം ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ബോഡി. എവിടെയാണ്? സെൻട്രൽ ലൈനിലാണ്. Then the body access to the outer part. Then ആണ് എവിടേക്ക് വരുന്നത്? ഔട്ടർ പാർട്ടിലേക്ക് ഇങ്ങനെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. മോർ ഫാർ അവേ ഫ്രം ഇറ്റ്. അപ്പൊ പിന്നീടാണ് എവിടെ വരുന്നത്? ഔട്ടർ പാർട്ടിലേക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അപ്പൊ ആദ്യം സെൻട്രൽ ലൈനിലാണ് ഡെവലപ്മെന്റ്, പിന്നീട് ഔട്ടർ പാർട്ടിലേക്ക് ഡെവലപ്മെന്റ് സംഭവിക്കും. പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. ഓക്കെ ആണോ? അപ്പൊ 4 ട്രെൻഡ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ 4 ട്രെൻഡ് ഒന്ന് വായിച്ച് എന്തിനാ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു കേട്ടോ. ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ടൈം തന്നത്, വരച്ച് നോക്കാനൊക്കെ കൂടുതൽ ടൈം തരുന്നത്. അല്ലെങ്കിൽ ഞാൻ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞില്ലേ? സെൻട്രൽ ലൈൻ അതെന്ന് പറഞ്ഞ ഈ ബ്രെയിനിന്റെ ആണോ ഫസ്റ്റ് പറയണത്? അല്ല, നമ്മുടെ ഹാർട്ട് മുതലുള്ള ഇന്റേണൽ ഓർഗൻസ് ആയിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസ് ആയിരിക്കും ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നീടാണ് നമ്മുടെ കുട്ടിക്ക് കൈ, കാല് അങ്ങനെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അല്ല, നമ്മൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങളൊന്ന് വീഡിയോസ് ഇരുന്ന് നോക്കിയാലും മതി. അനിമേഷൻ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യം നമുക്ക് ഹാർട്ട് ബീറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യണേ, പിന്നീട് നമ്മുടെ ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസ് വരുന്നു, പിന്നീടാണ് ബ്രെയിനിന്റെ ഒരു ഷേപ്പിലേക്ക് കുട്ടി വരുന്നത്, പിന്നെ ഒരു കൈ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പിന്നീട് ഏറ്റവും അവസാനമൊക്കെ ആവുമ്പോഴാണ് കാല്. നമുക്കൊരു തെയ്യല് പോലത്തെ ഒരു ഷേപ്പാണ് ആദ്യം വരുന്നത് ഉള്ളത് എംബ്രിയോയിന്. പിന്നീടാണ് തെയ്യല് എന്തായിട്ട് മാറുന്നത്? ലെഗ് ആയിട്ട്, ഫുട്ടായിട്ട് മാറുന്നത്. അപ്പൊ നോക്കിയാൽ മതി നിങ്ങൾ. അതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് പറയുന്നത്. നോക്കിയിട്ട് വായിക്കേ. മാം, ഈ സെഫല്ലോയും പ്രോക്സിമയും ഏകദേശം ഒരുപോലെ അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? എന്താണ്? 3, 4 സെഫല്ലോ പ്രോക്സിമോയും രണ്ടും ഒരുപോലത്തെ
മീനിങ് അല്ലേ വരുന്നത്? അല്ല രണ്ടാണ്. സെഫലോകോഡൽ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് റീജിയൻ ആണ് ആദ്യം ഡെവലപ്പ് ആവുന്നത്. ബ്രെയിൻ നമ്മളത് കുട്ടി ജനിച്ചതിന് ശേഷമുള്ള ഒരു എക്സാമ്പിൾ വെച്ച് നോക്കണം. കുട്ടി ജനിച്ചതിന് ശേഷം ഹെഡ് റീജിയൻ ആയിരിക്കും ഡെവലപ്ഡ് ആവുന്നത് അല്ലെ. തല ഉറയ്ക്കുന്നു, പിന്നെ ബോഡിയുടെ ഓരോ പാർട്സുകൾ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ആകുന്നു. പിന്നീട് കുട്ടി മുട്ടിലെഴയാൻ തുടങ്ങുന്നു, പിന്നെ അവൻ ഇരിപ്പുറയ്ക്കുന്നു, പതുക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ മാത്രമാണ് ഫുഡ് റീജിയൻ ഡെവലപ്പ് ആവുന്നത്. പ്രോക്സിമൽ ഡിസ്റ്റൽ ട്രെൻഡിൽ പറയുന്നത് നമ്മുടെ ബോഡിയുടെ സെൻട്രൽ ഓർഗൻസിന്റെ റിലേറ്റഡ് ആണ്. നമ്മുടെ ബോഡി ഓർഗൻസ് ആണ് ആദ്യം ഡെവലപ്പ് ആകുന്നത്. അതിനുശേഷമാണ് ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ ഇന്റേണൽ പാർട്സുകൾ, ഔട്ടർ പാർട്സുകൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ആകുന്നത്. ആദ്യം സെൻട്രൽ പാർട്സ് അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ ബോഡിയുടെ ഉള്ളിലുള്ള ഓർഗൻസ് ഡെവലപ്പ് ആകുന്നു. പിന്നീട് ഔട്ടർ പാർട്സ് നമ്മുടെ കൈയും കാലൊക്കെ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. മനസ്സിലായ രശ്മി രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മനസ്സിലായി. അല്ല രണ്ടും രണ്ട് എക്സാമ്പിൾസ് പഠിക്കണം കേട്ടോ, എന്നാലേ ക്ലിയർ ആവുള്ളൂ. സെഫലോകോഡൽ ട്രെൻഡ് എന്ന് പറയുമ്പോൾ കുട്ടി ജനിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു 3 മാസം മുതൽ, അല്ലെങ്കിൽ വേണ്ട, ജനിച്ച ഉടനെ മുതൽ 1 വയസ്സ് വരെയുള്ള എക്സാമ്പിളും. പ്രോക്സിമൽ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസെപ്ഷൻ ടൈം മുതൽ അല്ലെങ്കിൽ എംബ്രിയോ ടു ലൈഫ് കുട്ടി ജനിക്കുന്നത് വരെയുള്ള ടൈമിന്റെ എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ മതി. അപ്പൊ ക്ലിയർ ആവും. സാർ വേർഡിന്റെ മീനിങ് എന്താണ്? കറക്റ്റ് മീനിങ് ഉണ്ടോ? മലയാളം മീനിങ് ഈ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്നത് സെൻട്രൽ പാർട്ട് ടു ഔട്ടർ പാർട്ട്. സെൻട്രൽ ടു ഔട്ടർ ട്രെൻഡ് എന്ന് പറയും കേട്ടോ. സെൻട്രൽ ജസ്റ്റ് ഞാനൊന്ന് എഴുതിടാം. സെൻട്രൽ പാർട്ട് ടു ഔട്ടർ പാർട്ട്. സെൻട്രൽ ടു ഔട്ടർ ട്രെൻഡ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് കേട്ടോ, സെൻട്രൽ ടു ഔട്ടർ ട്രെൻഡ്. അങ്ങനെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ നോക്കിയാൽ മതി. സെയിം ഓപ്ഷൻസ് ഒക്കെ തന്നെ. ഇങ്ങനെ മേ ബി പ്രോക്സിമൽ ഡിസ്റ്റൽ ട്രെൻഡിന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ മേ ബി സെൻട്രൽ ഔട്ടർ ട്രെൻഡ് എന്നോ അല്ലെങ്കിൽ സെൻട്രൽ പാർട്ട് ടു ഔട്ടർ പാർട്ട് ട്രെൻഡ് എന്നോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം കേട്ടോ. ഞാൻ അത് മാത്രം ബോൾഡ് ചെയ്തിരിക്കണേ. അപ്പൊ എല്ലാരും റീഡ് ചെയ്തല്ലോ? ഓക്കെ. ദെൻ നമ്മള് കുട്ടികള് ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങൂലേ, അപ്പൊ ഒരു കൈ കൊണ്ടാണ് നമ്മളൊക്കെ കഴിക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് ഒരു കൈ കൊണ്ട് കഴിക്കുന്നത്, അല്ലെങ്കിൽ 2 കൈ കൊണ്ടാണ് അവർ കഴിക്കുന്നത്? ഫുഡ് കഴിച്ചു തുടങ്ങുമ്പോ 2 കൈ കൊണ്ട് കഴിക്കുന്നത് അല്ലെ, 2 കൈ കൊണ്ടാണ് കഴിക്കുന്നത്. അതേപോലെ അവർ എഴുതി തുടങ്ങുമ്പോ അവര് 1 കൈ കൊണ്ടാണ് എഴുതുന്നത് അല്ലെങ്കിൽ 2 കൈ കൊണ്ടാണ് എഴുതുന്നത്? 2 കൈ കൊണ്ട്. അതും 2 കൈ കൊണ്ട് എഴുതും. ഓക്കെ. അപ്പൊ ആദ്യം കുട്ടികളിൽ ബൈലാറ്ററൽ ട്രെൻഡ് ആണ് കാണുന്നത്. ബൈ എന്ന് വെച്ചാൽ എന്താ മീനിങ്? 2. എപ്പോഴും അവര് ബൈലാറ്ററൽ ട്രെൻഡ് ആണ് കാണുന്നത്. പിന്നീട് അവർ വളർത്തുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അവർ എന്ത് ട്രെൻഡിലേക്ക് മാറുന്നു? യൂണിലാറ്ററൽ ട്രെൻഡിലേക്ക് മാറുകയാണ്. ഓക്കെ. അത് ആദ്യം അവരെങ്ങനെയാണ്? ബൈലാറ്ററൽ ട്രെൻഡ് ആണ് ആദ്യം കുട്ടികളിൽ കണ്ടുവരുന്നത്. പിന്നീടാണ് ഏതിലേക്ക് വരുന്നത്? യൂണിലാറ്ററൽ ട്രെൻഡിലേക്ക് ആയി മാറുന്നത്. അവർക്ക് ഏത് സൈഡാണോ കംഫർട്ടബിൾ ആ സൈഡിലേക്ക് മാത്രമായിട്ട് അവർ എന്ത് ചെയ്യുന്നു? ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. ഓക്കെ. ആദ്യം അവരെങ്ങനെയാണ്? 2 കൈ കൊണ്ട് ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നതായിരിക്കും 2 കൈ കൊണ്ടായിരിക്കും. മേ ബി എഴുതുന്നത് ചിലപ്പോൾ 2 കൈ കൊണ്ടായിരിക്കും. പിന്നീട് അവരുടെ എന്താണ് ശരീരഘടനാപരമായിട്ടും അതേപോലെ തന്നെ ശാസ്ത്രപരമായിട്ടും ഓരോരുത്തരുടെ ഓരോ അപ്പിയറൻസും. ചില ആൾക്കാര് പിന്നീടും എങ്ങോട്ട് തന്നെ പോകും? ലെഫ്റ്റ്. ചിലപ്പോ ആൾക്കാർക്ക് ലെഫ്റ്റ് ആയിരിക്കും കംഫർട്ടബിൾ. സോ അപ്പൊ ലെഫ്റ്റിലേക്ക് തന്നെ ആയിരിക്കും അവർ ചിലപ്പോൾ റൈറ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് ചെയ്യുന്നവരുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഫുഡ് കഴിക്കുന്നവരുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? നമുക്ക് കണ്ടിട്ടുണ്ടാവും നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും. അപ്പൊ ഒരു ബൈലാറ്ററൽ ട്രെൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള സൈഡിലേക്ക് അവർ എന്ത് ചെയ്യും? വലുതാകുമ്പോ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് മൂവ് ആകും. ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്നത് ഏതാണ്? bilateral to unilateral trend ആണ്. A newborn infant is necessarily a bilateral symmetrical organism. കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു bilateral symmetrical organism ആണ്. ഓക്കെ. Anatomically and morphologically and functionally. അത് കുറച്ച് മീനിങ് വ്യത്യാസമുണ്ട്. ശരീരഘടനാപരമായിട്ട് അനോട്ടമിക്കലി ആൻഡ് മോർഫോളജിക്കലി. ഓക്കെ. പിന്നെ ശരീരഘടനാപരമായിട്ടാണ് അനോട്ടമിക്കലി എന്ന് പറയുന്നത്.
പിന്നെ രൂപശാസ്ത്രപരമായിട്ടാണ് മോർഫോളജി എന്ന് പറയുന്നത്. ചില ആൾക്കാരുടെ രൂപശാസ്ത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ലെഫ്റ്റ് തന്നെ ആവണം എന്ന് കംഫർട്ട് പറയാൻ നമുക്ക് പറ്റില്ല. ചിലര് റൈറ്റ് ഹാൻഡിൽ എഴുതുന്നവരുണ്ട്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, അവള് അത്യാവശ്യം നല്ല കേപ്പബിൾ ഉള്ള കുട്ടിയാണ്, ആൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. പക്ഷെ ആള് എഴുതുന്നത് റൈറ്റ് ഹാൻഡ് ആണ്. ഞാൻ ഹാൻഡ് എനിക്ക് കാണുന്നത്, ഞാൻ റൈറ്റ് ഹാൻഡ് ആയിട്ടാണ് എനിക്ക് ഇപ്പൊ ഇമേജിൽ കാണുന്നത്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡിലാണ് എഴുതുന്നത്. നല്ല സ്പീഡുണ്ട്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പൊ ആദ്യം ഞാൻ ചോദിച്ചു അവളുടെ അടുത്ത്, ആദ്യമായിട്ട് കാണുന്ന കുട്ടിയായിരുന്നത്, അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ? ആണ്, കാരണം നിങ്ങൾക്ക് എങ്ങനെയാണോ റൈറ്റ് ഹാൻഡ് കംഫർട്ടബിൾ അതേപോലെ തന്നെ എനിക്ക് എന്റെ ലെഫ്റ്റ് ഹാൻഡ് കംഫർട്ടബിൾ ആണ്. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് അറിഞ്ഞൂടല്ലോ നമുക്ക് കംഫർട്ടബിൾ ആണോ, അല്ലെങ്കിൽ അവരെങ്ങനെ ട്രെയിൻ ചെയ്തതാണോ. ചില ആൾക്കാർ രണ്ട് കൈ കൊണ്ട് എഴുതുന്ന ആൾക്കാരുണ്ടാവും ഇല്ലേ? ഞാൻ ഏതൊരു സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, രണ്ട് കൈ കൊണ്ട് എഴുതണം. ഓക്കെ, അത് നമുക്ക് രണ്ട് കൈ കൊണ്ട് എഴുതാനുള്ള കഴിവൊക്കെ ഉണ്ട് കേട്ടോ. ജനിക്കുമ്പോൾ നമുക്ക് രണ്ട് കൈ കൊണ്ട് കഴിവുണ്ട്. പിന്നെ നമ്മള് ബൈലാറ്ററൽ നിന്ന് യൂണിലാറ്ററിലേക്ക് മാറുമ്പോഴാണ് നമുക്ക് ഒരു കൈയിലേക്ക്, ഏതെങ്കിലും ഒരു കൈയിലേക്ക് മാത്രം എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ വരുന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ വലുതാകുന്നതനുസരിച്ച് നമുക്ക് ഏത് സൈഡാണോ പ്രിഫർ ചെയ്യുന്നത് ആ സൈഡിലേക്ക് നമ്മൾ മൂവ് ആകുന്നതാണ്. ഓക്കെ, ഒരു കുട്ടി ജനിക്കുമ്പോൾ അവർക്ക് ബയലാറ്ററൽ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ അവര് രണ്ട് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും, അതേപോലെ രണ്ട് കൈ കൊണ്ട് എഴുതും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അവിടെ വിടാം. അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ച് അവർ ഏത് കൈയാണ്, ഏത് ഹാൻഡാണ് അവർക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത് ആ ഒരു ഹാൻഡിലേക്ക് തന്നെ അവരെ കോർഡിനേഷൻ കൊണ്ടുവരും വലുതാവുമ്പോൾ. നമ്മള് ചിലപ്പോ ഞാനൊക്കെ ഇടത്തെ കൈ കൊണ്ട് എഴുതാൻ ശ്രമിച്ചപ്പോഴൊക്കെ അമ്മ വന്ന് തല്ലി എന്നെ വലത്തെ കൈ കൊണ്ടാക്കിയതാ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം. അല്ല, അവരുടെ കോർഡിനേഷനും കൺട്രോളും ഡെവലപ്മെന്റ് ഒക്കെ നടക്കണ്ടേ. അങ്ങനെ ഒന്നും ചെയ്യണ്ട. അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിലേക്ക്, ഏത് സൈഡാണോ കംഫർട്ടബിൾ ആ ഒരു രീതിയിലേക്ക് ഡെവലപ്മെന്റ് സംഭവിച്ചോളും. ആ ടൈമിൽ അവര് യൂണിലാറ്ററൽ ആയിട്ട് മാറിക്കോളും. ഓക്കെ, ബട്ട് ആസ് ഇറ്റ്സ് ഗ്രോ അപ്പ് the preference to one of the direction, right to left, occurs ladies and he become unilateral. അപ്പോ അവർ വലുതാവുന്നതനുസരിച്ച് അവർ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ആകും, റൈറ്റ് ഓർ ലെഫ്റ്റിലേക്ക് മൂവ് ആവുകയും നമുക്ക് ആ കുട്ടി he became unilateral ആയിട്ട് മാറും. ഏതെങ്കിലും ഒരു ഡയറക്ഷൻ, അത് റൈറ്റ് ആവും ലെഫ്റ്റ് ആവും, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായിട്ട് മൂവ് ആകും. ഓക്കെ, then യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. Then മാക്സിമം ടു മിനിമം ട്രെൻഡ് ആണ് നമ്മളുടെ മാസ് ടു സ്പെസിഫിക് ട്രെൻഡിന്റെ അതേപോലെ തന്നെ ഉള്ള ഒരു ട്രെൻഡ് ആണ് ഇത് മാക്സിമം ടു മിനിമം ട്രെൻഡ് കേട്ടോ. മാക്സിമം ടു മിനിമം ട്രെൻഡ് എന്ന് പറയുന്നത് ഇവിടെ വരുള്ളൂ കേട്ടോ. ഇവിടെ ഇനി മാർക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് പാരഗ്രാഫ് ആണ്. നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് വരുന്നതാണ്, അത് ഒരുമിച്ച് വന്നിരിക്കുന്നത് നെക്സ്റ്റ് പാരഗ്രാഫ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. മാർക്ക് ടു സ്പെസിഫിക് ട്രെൻഡ് ആദ്യത്തെ ഒരു സെന്റൻസ് മാത്രമേ ഉള്ളൂ. അറ്റ് ഏർലി സ്റ്റേജ് the extent of muscular involvement and the amount of energy spent on motor functions are greater than the later stage. അപ്പോ നമ്മള് ഏർലി സ്റ്റേജസിൽ നമുക്ക് മസ്കുലാർ ഇൻവോൾവ്മെന്റും അതേപോലെ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജി ഗ്രേറ്റർ ആണ്. പിന്നീടുള്ള സ്റ്റേജുകളിൽ നമുക്ക് കുറവ് മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് അവരുടെ അടുത്തേക്ക് കൂടി പോണ ഒരു ബോള് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ് എനർജി വേണം, മാക്സിമം എനർജി വേണം എന്ത് ചെയ്യാനായിട്ട്, ആ ഒരു ബോള് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നീട് അവൻ അത് വലുതാവുമ്പോൾ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് അവന് എനർജി അധികം വേണ്ട, മിനിമം എനർജി കൊണ്ട് തന്നെ അവൻ ആ ബോൾ എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒരു വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ അടുത്തേക്ക് ഒരു ബോൾ പോവാണെങ്കിൽ അവന്റെ ഫുൾ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ആ ബോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നീട് അവന് 2 വയസ്സായി കഴിഞ്ഞാൽ അവന്റെ ഫുൾ എനർജിയുടെ ചെറിയൊരു ശതമാനം മാത്രം മതി അടുത്തേക്ക് കൂടി പോണ ബോള് ചിലപ്പോ ഒരു കൈ കൊണ്ട് പിടിക്കാനായിട്ട്. ഓക്കെ, മാക്സിമം ടു മിനിമം ട്രെൻഡ് മനസ്സിലായോ? ഓക്കെ, ബൈലാറ്ററൽ യൂണിലാറ്ററൽ മാക്സിമം ടു മിനിമം ട്രെൻഡും ഒന്ന് റീഡ് ചെയ്തേ.
നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. ഞാൻ അത് മാത്രം എടുക്കുന്നുള്ളൂ, അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇത് കൺക്ലൂഡ് ചെയ്യാണ്. ഇത് ഒരു പോർഷൻ ഉള്ളൂ, പക്ഷെ അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ അത് എടുക്കുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി പറഞ്ഞിട്ട് ഫ്രണ്ടുകൾ ഒന്നുകൂടി പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വരുമല്ലോ. അപ്പൊ നമ്മളത് പഠിച്ചിട്ട് വന്നിട്ട് നിങ്ങളെ കൊണ്ട് ഓരോരുത്തരോട് പറയിപ്പിക്കുകയും അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഫ്രണ്ടുകൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം വരാൻ. ഓക്കെ, വേറെ ഒന്നിനും ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലല്ലോ. പഠിച്ചിട്ട് വന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഒരു ചാപ്റ്റർ അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാ മാം. പറഞ്ഞോ ശാലി. ശ്യാമിലി അല്ലേ? ശാലിനി. We all thank teacher Aparna for taking the class today. We all want to continue loving, understanding and teaching like this. Thank you again with all our hearts. Thank you so much, teacher. Thank you all. Thank you, Miss. Thank you, ma'am.